പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശിന് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു. ചപ്പാത്തിന് കറികൾ ഒരുപാടൊക്കെ വിളമ്പുന്നുണ്ട്. എനിക്ക് കറികളൊന്നും അധികം വേണ്ടാന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയല്ല ഇഷ്ടം, അതുകൊണ്ട് അത് കഴിക്കുക എന്ന് പറഞ്ഞ് എന്നാൽ കുറച്ച് നെയ്യും കഴിക്കുമെന്ന് പറഞ്ഞ് കുറച്ചെടുത്ത് വായിൽ വെച്ച് കൊടുക്കുമ്പോൾ അയ്യോ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, നൊയമ്പെടുത്തേക്കണ്, ഇങ്ങനെയൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അതും പാടില്ലേ, നീ എൻ്റെ അമ്മരെ പോലെ തന്നെ നിനക്ക് നല്ല വിളർച്ചയുണ്ട്, നീ ഭക്ഷണം ഉണ്ടാക്കി മറ്റുള്ളവർക്ക് കൊടുക്കണതല്ലാണ്ട് നീ ഒന്നും കഴിക്കാറില്ല നേനെ, നീയും കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ ഞാൻ കഴിച്ചോളാം ആദർശേട്ടാന്ന് പറയും. പിന്നീട് മുത്തശ്ശൻ്റെ ആഗ്രഹപ്രകാരം ഒരു കുഞ്ഞിനെ ആദർശം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 41 ദിവസം വ്രതം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ടൂറ് ഞാൻ പൊടി തട്ടി എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ പിന്നത്തെ കാര്യമല്ലേ എന്ന് പറയും. ഒരു പിന്നത്തെ ഇല്ല, അതൊന്നും ഇപ്പോൾ ആലോചിക്കാൻ പാടേ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ആര് പറഞ്ഞു, ഞാൻ മല ചവിട്ടുമ്പോഴും എൻ്റെ മനസ്സിൽ അത് തന്നെയായിരിക്കും ആഗ്രഹം, നിന്നെയും കൊണ്ട് നടക്കാതെ പോയ ആ ടൂറ് അത് എത്രയും പെട്ടെന്ന് നടത്തണം, അതെൻ്റെ വാശിയെന്നൊക്കെ പറയും ആദർശ്. അതെന്തായാലും അമ്മനോടുള്ള വാശി തന്നെയാണ്. പിന്നീട് കാണിക്കുന്നത് നവ്യനാണ് റെസ്റ്റോറൻറ്റിൽ ഇരിക്കുന്നുണ്ട്. നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ എനിക്കൊന്നും വേണ്ട, കാരണം വീട്ടിൽ നിന്ന് എൻ്റെ അമ്മ ഉണ്ടാക്കി തന്ന ഭക്ഷണം ആയതുകൊണ്ട് ഞാൻ ആവശ്യത്തിലധികം കഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ എന്നൊരു ഐസ്ക്രീമെങ്കിലും കഴിക്കാം, നമുക്ക് ഷെയർ ഇട്ട് കഴിക്കാമെന്ന് പറയും. അങ്ങനെ ഒരു ഐസ്ക്രീം മേടിച്ച് രണ്ടുപേരും കൂടെ ഷെയർ ഇട്ടൊക്കെ കഴിക്കും. അപ്പോൾ നവ്യയ്ക്കാണെങ്കിൽ ഒരുപാട് സംശയമാണ് അഭിനെ വീണ്ടും, എനിക്ക് ഇപ്പോഴും നിന്നെ വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല, എന്തായാലും കുറച്ചും കൂടെ കഴിയട്ടെ എന്നിട്ടോ ഞാൻ നിന്നെ പൂർണ്ണമായും വിശ്വസിക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം അതേമാതിരി ആയിരുന്നല്ലോ നമ്മുടെ ജീവിതം. പിന്നെ നീ നന്നായിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്തായാലും 1-2 ജ്വല്ലറിയുടെ മേൽനോട്ടം നിനക്ക് തരും ആദർശേട്ടൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതൊന്നും ആഗ്രഹിക്കുന്നൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ കിട്ടുമ്പോൾ കിട്ടട്ടെ എന്ന് പറയും. കുഞ്ഞുണ്ടായിട്ട് വേണം എനിക്ക് നിൻ്റെ കൂടെ ജ്വല്ലറിയിലേക്കൊക്കെ വരാൻ, കുഞ്ഞുണ്ടാവാൻ പോയിട്ട് നീ ഉണ്ടായിട്ട് വേണ്ടേന്നൊക്കെ ഇങ്ങനെ അബി ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട്. എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായി, നീ എൻ്റെ വീട്ടിലേക്കൊക്കെ വന്നല്ലോ, എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരുപാട് സന്തോഷമായി എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഇനിയും സന്തോഷമാവാൻ പോകുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് മകൻ അബി ഇങ്ങനെ നവ്യ പറയുന്നതിനെതിരായിട്ട് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ശേഷം പിന്നെ കാണിക്കുന്നത് രേവതിയും മോളും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് വേണു വിളിക്കുന്നുണ്ട്, എന്തായി അവിടുത്തെ തീരുമാനം, എന്താവാൻ വേണോട്ടോ, രാത്രി ആവാണ്ട് പറ്റുമോ, അവനും അവളും കൂടെ ടൂറ് പോയേക്കണ്, അത് കഴിഞ്ഞിട്ട് വേണം എന്തെങ്കിലും ചെയ്യാനെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ശരി ഞാൻ വൈകുന്നേരം വിളിക്കാമെന്ന് പറഞ്ഞ് അയാൾ ഫോൺ വയ്ക്കുക സമയത്ത് നവ്യയും അബിയും കൂടെ വരുന്നുണ്ട് കറങ്ങാൻ പോയിട്ട്. എവിടെ പോയി കറങ്ങാൻ എന്ന് രേവതി ചോദിക്കുമ്പോൾ ഞങ്ങൾ സിനിമയ്ക്ക് പോയി, വീട്ടിൽ പോയി, ഐസ്ക്രീം പാർലറിൽ പോയി. എന്നുണ്ടാവോ ഈ സ്നേഹം എന്ന് രേവതി ചോദിക്കുമ്പോൾ അതൊക്കെ എന്തിനാ നിങ്ങൾ അന്വേഷിക്കണേ, നിങ്ങളുടെ മരുമോൻ്റെ മോളെ കാര്യം അന്വേഷിക്കുക, എനിക്ക് ഇവളെ കണ്ടെടുത്താൽ കണ്ടുകൂടല്ല, അത് മാറ്റിയെടുക്കാൻ നോക്ക്, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. ശരി കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ എന്നും കാണിച്ചാൽ മതിയായിരുന്നില്ല, ഇത്രയും നാൾ കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു, അതുകൊണ്ടാണെന്ന് പറഞ്ഞപ്പോൾ നവിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ട്. എൻ്റെ അമ്മ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര വിഷമമായിരുന്നല്ല, എൻ്റെ അമ്മ വന്ന് നിൽക്കണത് ഞാൻ ഗർഭിണി ആയതുകൊണ്ടാണ്, നിങ്ങളെന്തിനാണ് നിൽക്കണത് ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ, നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തേക്ക് പോയിക്കൂടെ, അത്യാവശ്യം വിഷമുണ്ട് നിങ്ങളുടെ മകളുടെ മനസ്സിൽ, പിന്നെ അതിൽ കൂടെ കൂടുതൽ കുത്തി കയറ്റി കൊടുക്കാനാണോ ഇവിടേക്ക് വന്നതെന്നൊക്കെ ചോദിച്ച് നല്ല വർത്തമാനം പറയുന്നുണ്ട് നവ്യ. ആ സമയത്ത് അഭി പറയും, നീ എന്തിനാ ഇവരോടൊക്കെ സംസാരിക്കാൻ നിൽക്കണം നവ്യ, വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞാൽ അവരകത്തേക്ക് പോകും. അപ്പോൾ രേവതിക്ക് പറയുന്ന കണ്ടില്ലേ സ്നേഹം, അത് കുഴപ്പമില്ല അമ്മ, വൈകുന്നേരത്തോടുകൂടി അവസാനിക്കൂലേ, ആ കുട്ടി പോയി കഴിഞ്ഞാൽ പിന്നെ അവൾ എന്തായാലും അവളെ കുടുംബത്തേക്ക് പോകുള്ളൂ, പിന്നെ അവൾക്ക് ഇവിടെ സ്ഥാനമൊന്നും ഉണ്ടാവില്ല, ശ്രദ്ധിക്കാണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവളെല്ലാവരും കൂടെ ചവിട്ടി പുറത്താക്കും എന്നൊക്കെ പറഞ്ഞ് അതെ നമുക്ക് കാണാം. അതിനു മുന്നേ ഈ വീട്ടിലെ സ്വത്ത് ഇങ്ങനെ ഒരേ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ തന്നെ ഈ വീട് രണ്ടാക്കാൻ ആ കളവനും കളവിയും സമ്മതിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കണമെന്ന് രേവതി മോൾക്ക് പറഞ്ഞു കൊടുക്കണ്. എന്തെങ്കിലും കാലത്ത് നീ ഇവിടുന്ന് പുറത്താവണമെങ്കിലും ഒരുപാട് സ്വത്തും കൊണ്ടായിരിക്കണം പോകേണ്ടത്, 1-2 ജ്വല്ലറിയെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും ആദർശ് അനി പ്രിയപ്പെട്ടതായതുകൊണ്ട് എനിക്ക് എന്തായാലും കൊടുക്കാണ്ടിരിക്കില്ല, അത്രയും സ്വത്തുക്കളുണ്ടല്ല, ഒരു ജ്വല്ലറിയുടെ മേൽനോട്ടം തന്നെ പറയുമ്പോൾ കോടിക്കണക്കിനായില്ല അമ്മയെന്ന് പറയും. അതെ എങ്ങനെയെങ്കിലും അതൊക്കെ അടിച്ചു മാറ്റിയിട്ട് ഇവിടുന്ന് പോയാലും കുഴപ്പമില്ല, അതിന് മുന്നേ നീ അവനെ നല്ലോണം സ്നേഹിക്കാൻ നോക്ക്, ആദ്യം അതാണ് വേണ്ടതെന്ന് പറയും. ഇപ്പോൾ അവന് വൃദ്ധമല്ലേ, അത് കഴിയട്ടെ എന്ന് പറയും. പിന്നീട് കാണിക്കുന്നത് ജലജനെയാണ്. ജലജരത്തേക്ക് അഭി ചെന്നിട്ട് പറയും, ഭയങ്കര അഭിനയമായിരുന്നു അമ്മ അവിടെ, അവളെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഒരുപാട് സന്തോഷമായി, എന്നുവെച്ചാൽ ഇത്രയും നാൾ മാറി നിന്ന മരുമകനല്ലേ, ഇനിയിപ്പോൾ എല്ലാം അടക്കി ഭരിക്കാമെന്ന് അവരും വിചാരിച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും മൂത്തോളും കയറി വന്ന് ഇളോളും കയറി വന്ന് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ലല്ലോ, ഇനിയിപ്പോൾ ഈ കുഞ്ഞ് പോയി കഴിഞ്ഞാൽ അമ്മയെ പെട്ടെന്ന് സ്നേഹിക്കും, ഞാൻ അവളെ സ്നേഹിച്ചത് തന്നെ അവൾക്ക് സംശയമാണ്, എന്നിട്ട് ഇനിയിപ്പോൾ കുഞ്ഞും കൂടെ പോയി കഴിഞ്ഞാൽ എന്നെ പ്രതിയാക്കുമോ, സാധാരണ രീതിയിൽ ഇവിടെ എന്ത് സംഭവിച്ചാലും എന്നെ ഇനി പ്രതിയാക്കാന്ന് പറഞ്ഞപ്പോൾ എടാ മോനെ അതിനുള്ള വഴി ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ, ഇതിൽ അമ്മയും മോളും നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമുക്ക് അത് ചോദിക്കുകയും വേണ്ട, ഇങ്ങനെ ഒരു പ്രശ്നം വന്നാൽ നിൻ്റെ മേലേക്ക് അത് വരുന്നതെന്നുണ്ടെങ്കിൽ പറയാൻ എനിക്കറിയാം,
അത് നമുക്ക് അവരെ കാണിച്ചു കൊടുക്കാം, നമുക്ക് രക്ഷപ്പെടാം, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അത് ശരിയാണ്, എന്നാൽ ഞാൻ അവളെ ഒന്നും കൂടെ പോയി സ്നേഹിക്കട്ടെ എന്ന് പറഞ്ഞ് അബി അവിടെ നിന്ന് പോകും. പിന്നീട് കാണിക്കുന്നത് അനീനെയാണ്. അനീൻ്റെ അടുത്തേക്ക് അനാമിക വരുന്നുണ്ട്. നീ എന്താ കിനാവ് കാണണോ അവളെ എന്ന് ചോദിക്കും. അതെ, എന്താ നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? എനിക്കറിയാടാ, നിൻ്റെ മനസ്സിൽ ഇപ്പോഴും അവളെന്നുള്ള കാര്യം എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞ് വീണ്ടും അനാമിക വഴക്കുണ്ടാക്കാൻ വരും. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? നിനക്കറിയാവുന്നതല്ലേ ഞാൻ നന്ദുവിനായിട്ട് ഇഷ്ടത്തിലായിരുന്നെന്ന്, എന്നിട്ട് പിന്നെ നീ എന്തിനാ എൻ്റെ തലയിൽ കയറിയിരുന്നതെന്നൊക്കെ ചോദിക്കും. നിൻ്റെ മനസ്സിൽ തണുപ്പാണല്ലോടാ അവള്, അതെ തണുപ്പ് തന്നെയാണ്, വൃശ്ചിക മാസത്തിൽ അല്ലെങ്കിൽ ഒരു തണുപ്പുണ്ട്, കൂടുതലും തണുപ്പായി. ഞാൻ നന്ദുവിനെ സ്നേഹിക്കുന്നു പറഞ്ഞിട്ട് നിനക്ക് ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരേണ്ട കാര്യം ഉണ്ടായോ? ഇനിയിപ്പോൾ അഥവാ അങ്ങനെയാണെങ്കിൽ തന്നെ നിനക്ക് ഇവിടെ നിന്ന് പോകാമല്ലോ, ഒരു താലി കെട്ടിയ ബന്ധം മാത്രമല്ലേ ഉള്ളൂ, വേറെ ഒരു ബന്ധവും നമ്മൾ തമ്മിലില്ലല്ലോ, അതുകൊണ്ട് നീ ഇവിടെ നിന്ന് പോകാൻ നോക്ക്, പോകടി എന്ന് പറയും. അതേടാ, നിനക്ക് എന്നെ ഇറക്കി വിടാനാണ് നിൻ്റെ മനസ്സിലിരിപ്പ് എനിക്കറിയാടാ, അത് നടക്കാൻ പോടില്ലടാ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുന്നൊക്കെയാണ് കാണിക്കുന്നത്. സത്യത്തിൽ ശരിക്കും നമ്മുടെ അതിന് ഫോൺ മടിയിൽ വെച്ച് കഴിഞ്ഞിട്ട് നന്ദുവിൻ്റെ ഫോട്ടോ എടുത്ത് കാണുന്ന സമയത്ത് തന്നെയാണ് അനാമിക കയറി വന്നതും. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നയനനെയാണ്. നയന പാലൊക്കെ കാച്ചി ചൂട് ആറാൻ വേണ്ടി ഡൈനിങ് ടേബിളിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നയന അത് ചൂടാറട്ടെ എന്ന് വിചാരിച്ച് അകത്തേക്ക് പോണ സമയത്ത് അനാമിക വരുന്നുണ്ട്. അനാമിക വന്ന് ആ പാലിൽ ആ മരുന്ന് ഒഴിക്കുന്നുണ്ട്. കുറച്ച് അധികം ഒഴിക്കുന്നുണ്ട്. ചാവൊന്നുമില്ലല്ലോ, തളർന്ന് കിടക്കണമെങ്കിൽ കിടക്കട്ടെ എന്നും പറഞ്ഞിട്ട് അതിലൊഴിച്ച് അനാമിക മാറി നിൽക്കും. ആ സമയത്ത് അമ്മ ഒന്ന് ചോദിക്കുക, എന്തായി മോളേന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒഴിച്ചിട്ടുണ്ട്, കൊണ്ട് ഇനിയിപ്പോൾ അതെന്തായാലും വേറെ ആർക്കും കൊടുക്കൂല, അനിയത്തിക്കും ചേച്ചിക്കും മാത്രമല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ ചേച്ചി അനിയത്തിയും തമ്മിൽ ശത്രുക്കളായിക്കോളും, രണ്ടാളും പൊരിഞ്ഞടിയും അതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ആയിക്കോളും എന്നും പറഞ്ഞ് അമ്മയും മോളും മാറിക്കും. ആ സമയത്ത് അച്ഛൻ വിളിക്കുന്നുണ്ട്. ഇതേ അച്ഛൻ വിളിക്കണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛ എന്തായി മോളേന്ന് ചോദിക്കുമ്പോൾ അമ്മ ഞങ്ങൾ പറഞ്ഞതൊക്കെ ചെയ്തിട്ടുണ്ട് അച്ഛാന്ന് പറയും. നല്ല കാര്യം, അവൾ ശരിക്കും ഓടണം, കാരണം നമ്മളിട്ട് ഇന്നലെ ഓടിച്ചതാണ്. അപ്പോൾ ഇനി ചേടത്തിയും അനിയത്തിയും അനന്തപുരി തറവാട്ടിൽ വാഴരുത്, അതാണ് ഇനി നമ്മുടെ ലക്ഷ്യം, അതിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. എന്തായാലും മോളെ എല്ലാം കഴിയുമ്പോൾ അച്ഛനൊന്നും മറക്കാതെ വിളിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിളിക്കാം അച്ഛാ എന്ന് പറഞ്ഞ് അനാമിക ഫോൺ വയ്ക്കുന്നുണ്ട്. അതിനുശേഷം അമ്മയും മോളും കൂടെ ക്രൂരമായ ചിരിച്ച് നിൽക്കുന്നുണ്ട്. എന്താവും അറിയില്ല, അങ്ങനെ ഇനി പാലെന്തായാലും നവ്യല്ലേ കുടിക്കുള്ളൂ എന്നും പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുന്ന അനാമികയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.